1934 സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ള മലയാള ഭാഷയുടെ അഭിവൃദ്ധി മാർഗം എന്ന ലേഖനത്തിലെ പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഏത് ഭാഷയും അഭിവൃദ്ധിപ്പെടുന്നത് അത് സംസാരിക്കുന്ന ജനങ്ങളുടെ അഭിവൃദ്ധി അതിൽ പ്രതിഫലിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. മലയാള ഭാഷ നേരിടുന്ന പ്രധാന തരക്കേടായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായാലും ഭാഷയിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ അടഞ്ഞുകിടക്കുന്നു എന്നാണ്. മലയാളികളുടെ വർദ്ധിച്ചു വരുന്ന പാണ്ഡിത്യം മലയാളത്തിൽ കൂടിയല്ല സിദ്ധിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മലയാളികളുടെ സർക്കാർ ഭാഷയും വിദ്യാഭ്യാസ ഭാഷയും മലയാളമാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മലയാളം അതിന് കഴിയാത്തതാണെന്നും ഇംഗ്ലീഷ് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നും മലയാളികൾ പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്ന് സഹജമായ അന്ധതയും അലസതയുമാണ്. മലയാള ഭാഷയുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിച്ചത്, അതായത് പ്രത്യേകിച്ചും ആധുനിക കാലത്ത് പ്രവർത്തിച്ചത് AR രാജരാജവർമ്മയാണ്. അദ്ദേഹം മുന്നോട്ട് വച്ച പ്രധാന നിർദ്ദേശം മലയാളം സർക്കാർ ഭാഷയാക്കണം എന്നാണ്. സർക്കാർ ജോലിക്കാണ് കൂടുതൽ ആളുകളും പ്രാധാന്യം നൽകുന്നത്. അതിനാൽ അത്തരം ജോലിക്ക് ആവശ്യമായ പഠനം മാത്രമേ ആളുകൾ അന്വേഷിക്കുന്നുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലേഖകൻ. മലയാളത്തിൽ എത്ര തന്നെ അറിവുണ്ടായാലും അത് ഉദ്യോഗത്തിന് ഉതകുന്നതല്ല. അതിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമായി വരുന്നു. ഭരണകാര്യങ്ങളിലെ വിഷയങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ആകുന്നത് ശരിയല്ലെന്നും സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ മാത്രമേ ഇംഗ്ലീഷിൽ നിർത്തേണ്ടതുള്ളൂ. മലയാളം പഠിച്ചവർക്ക് ജോലി കിട്ടുമെന്ന് വന്നാൽ മലയാളത്തിന് വളർച്ചയും അഭിവൃദ്ധിയും സംഭവിക്കുക തന്നെ ചെയ്യും. മലയാളം സർക്കാർ ഭാഷയാക്കിയാൽ സർക്കാർ സർവീസിനോ കോടതി, നിയമസഭകൾ മുതലായ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നും അയ്യപ്പൻ ചൂണ്ടിക്കാട്ടുന്നു. തിരുവിതാംകൂറിലെ മലയാളം മുഖ്യ പരീക്ഷ പാസ്സാകുന്നവർക്ക് ഇംഗ്ലീഷിൽ സ്കൂൾ ഓഫ് ഫൈനൽ പരീക്ഷ പാസ്സാകുന്നവരെക്കാൾ അറിവുണ്ടെന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്. പുതിയ ഭാഷ പഠിച്ച് അതിൽ വിദ്യാഭ്യാസം നൽകുന്നതിലും നല്ലത് മാതൃഭാഷയിൽ പഠിക്കുന്നതാണ്. മലയാളം വിദ്യാഭ്യാസ ഭാഷയാക്കുന്നതിലെ പ്രധാന പ്രശ്നമായി അദ്ദേഹം പറയുന്നത് വിജ്ഞാന സമ്പത്ത് മലയാളത്തിൽ ഇല്ല എന്നതാണ്. തർജ്ജമകൾ ഇല്ലാത്തതിന് കാരണമായി പറയുന്നതാവട്ടെ അവർക്ക്, അതായത് ഈ തർജ്ജമകൾ നടത്തുന്നവർക്ക് പട്ടിണിയും പ്രസിദ്ധീകരിക്കുന്നവർക്ക് നഷ്ടവുമായിരിക്കും. ഉദാഹരണമായി ഇവിടെ പറയുന്നത് നാലപ്പാടിന്റെ പാവങ്ങൾ വള്ളത്തോൾ പബ്ലിഷ് ചെയ്ത ശേഷം അത് കൊണ്ടു നടന്ന് വിറ്റ അവസ്ഥയെ പറ്റിയിട്ടാണ്. മലയാളം മലയാളിയുടേതാണെന്ന് കരുതി അഭിമാനിച്ചിട്ട് കാര്യമില്ല. ഇംഗ്ലണ്ടിനോട് വളരെ അടുത്തവരും ഭാഷാബന്ധമുള്ളവരുമായ സ്കോട്ട്ലൻഡുകാർക്കും അയർലൻഡുകാർക്കും വെൽഷുകാർക്കും ഇംഗ്ലീഷ് മാതൃഭാഷയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാശ്ചാത്യ സമ്പ്രദായങ്ങൾ പലതും ജനങ്ങളെ കൊണ്ട് പകർത്തിപ്പിക്കാൻ നോക്കിയ കെമാൽ പാഷ തുർക്കി ഭാഷ മാറ്റി ഫ്രഞ്ചോ മറ്റോ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന വസ്തുതയും സഹോദരൻ അയ്യപ്പൻ കൂട്ടിച്ചേർക്കുന്നു. തുർക്കിയിലെ സർവകലാശാലകളിൽ നടത്തുന്ന ജർമ്മൻ പ്രഭാഷണങ്ങൾ ദ്വിഭാഷയുടെ സഹായത്തോടെ തുർക്കിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് പതിവ്. ബഹുജന വിദ്യാഭ്യാസവും അതുവഴി ബഹുജന അഭിവൃദ്ധിയും ലക്ഷ്യമാക്കുന്നവർ വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കാനാണ് ശ്രമിക്കാറും. റഷ്യൻ വിപ്ലവത്തിന് മുമ്പ് റഷ്യയിൽ സർക്കാർ ഭാഷയും വിദ്യാഭ്യാസ ഭാഷയും റഷ്യൻ ഭാഷയാക്കുവാൻ റഷ്യൻ കോയ്മ നിർദ്ദേശിച്ചിരുന്നു. വിപ്ലവത്തിന് ശേഷമാകട്ടെ തൊഴിലാളി ഗവൺമെന്റ് അവരുടെ കീഴിലുള്ള എല്ലാ ദേശക്കാരും അവരവരുടെ ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം നടത്തുന്ന സമ്പ്രദായം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ലേഖകൻ ഇംഗ്ലീഷ് കൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളെ എന്നാൽ വിസ്മരിക്കുന്നില്ല. അതിനെ നിഷ്കാസനം ചെയ്യണമെന്നല്ല, മലയാളത്തെ പ്രധാനമാക്കണമെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ സ്കൂൾ, കോളേജ് തലങ്ങളിൽ നിർബന്ധിത ഭാഷയാക്കിയാൽ അതിലുള്ള വികാസവും സംഭവിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്.